സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കിവരാം അതിവേഗത്തിൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. നീറ്റ് യുജി പ്രവേശനത്തിനുള്ള കൌൺസിലിംഗ് ജൂലൈ അവസാനം നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ദേശീയ മെഡിക്കൽ കമ്മീഷന് തയ്യാറെടുപ്പുകൾ ആവശ്യമാണെന്നും സീറ്റുകളുടെ എണ്ണം ലഭിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. സംഘപരിവാർ ആക്രമണങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങിയ അഖിലേന്ത്യാ കിസാൻ സഭ. ഗോസംരക്ഷണത്തിന്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ കർശന നടപടി വേണമെന്ന ആവശ്യം. ഛത്തീസ്ഗഡിൽ മുസ്ലിം യുവാക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ സംഘപരിവാർ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നും കിസാൻ സഭ. സഹകരണ സംഘങ്ങളിൽ ഏകീകൃത സോഫ്റ്റ്വെയർ നടപടികൾ ഓഗസ്റ്റ് മുതലെന്ന് മന്ത്രി വി എൻ വാസവൻ. 10 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയുടെ ജാമ്യവസ്തു വാല്യുവേഷന് 5 അംഗ സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രി. ഗുജറാത്തിലെ സൂറത്തിൽ ബഹുനില കെട്ടിടം തകർന്ന് 7 മരണം, നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. ശാരീരിക വെല്ലുവിളികളെ നേരിട്ട് ജീവിത വിജയം കൊയ്തവർക്ക് കൈരളി ടിവിയുടെ ആദരം. കൈരളി ടിവി ഫിനിക്സ് പുരസ്കാര വിതരണം ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ. പുരസ്കാരങ്ങൾ പത്മശ്രീ ഭരത് മമ്മൂട്ടി സമ്മാനിക്കും. ആർട്ടിസ്റ്റ് നമ്പൂതിരി വിടവാങ്ങിയിട്ട് 1 വർഷം. സർഗസാഹിത്യ ചരിത്രത്തെ രേഖാചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ ചിത്രകാരന്റെ ഓർമ്മയിൽ കലാലോകം. യൂറോ കപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് നെതർലൻഡ്സ് സെമി. ഇംഗ്ലണ്ടിന്റെ ജെയിംസ് സ്വിറ്റ്സർലൻഡിനെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തുർക്കിയെ 1-നെതിരെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് നെതർലൻഡ്സ്. സെമി ഫൈനൽ ബുധനാഴ്ച. കൂത്താട്ടുകുളത്ത് കരാറുകാരന് നേരെയും അന്വേഷിക്കാനെത്തിയ പോലീസിന് നേരെയും അക്രമം. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഹരിജൻ നഗർ നിവാസികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിന്റെ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംവിധാനം ആഗോള മാതൃകയെന്ന യൂണിസെഫ് പഠന റിപ്പോർട്ട്. കൈറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയെക്കുറിച്ചാണ് യൂണിസെഫ് പ്രത്യേക പഠനം നടത്തിയത്. പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റുവാങ്ങി. മുഹമ്മദ് ആട്ടൂർ തിരോധാന കേസിൽ CBI അന്വേഷണവും ആവശ്യപ്പെട്ട കുടുംബവും ആക്ഷൻ പ്ലാൻ കമ്മിറ്റിയും. മുഹമ്മദ് ആട്ടൂർ കാണാതായി 1 വർഷം പിന്നിട്ടിട്ടും പോലീസ് അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാവാത്തതിനെ തുടർന്നാണ് പുതിയ ആവശ്യം മുന്നോട്ട് വെച്ചത്. 2023 ഓഗസ്റ്റിലായിരുന്നു മുഹമ്മദ് ആട്ടൂരിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുന്നത്. ലോകത്തിനു തന്നെ മാതൃകയായ കേരള പാലിയേറ്റീവ് കെയർ പഠിക്കുവാനായി ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള 12-അംഗ മെഡിക്കൽ സംഘം കേരളത്തിലെത്തി. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ പരിശീലന കേന്ദ്രത്തിലാണ് ഇവർക്കുള്ള പരിശീലനം ഒരുക്കിയിരിക്കുന്നത്. വിശപ്പുരഹിത നഗരമെന്ന ലക്ഷ്യവുമായി തൃശൂർ കോർപ്പറേഷൻ തുടക്കമിട്ട മന്ന ഹങ്കർ ഫ്രീ സിറ്റി പദ്ധതി 2ാം വർഷത്തിലേക്ക്. ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഓരോ ദിവസവും 500ഓളം പേർക്കാണ് സൗജന്യമായി ഭക്ഷണം നൽകുന്നത്. കൂടോത്രത്തിന് പോയാൽ മന്ത്രവാദിക്കും ബൂത്തിലേക്ക് പോയാൽ പാർട്ടിക്കും പ്രയോജനമുണ്ടാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. പൊതുസമൂഹം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ഓർക്കണം. മന്ത്രവാദിക്ക് പണം കിട്ടുന്നതല്ലാതെ പാർട്ടിക്ക് ഇതുകൊണ്ട് ഗുണമൊന്നുമില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജ്യത്ത് മൊബൈൽ ഫോൺ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ നടപടി ജനദ്രോഹപരവും പ്രതിഷേധാർഹവുമെന്ന് DYFI. സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് വർധനവ്. എന്നാൽ കേന്ദ്രം ഇതിനെതിരെ പ്രതികരിക്കാതെ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും DYFI. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് വിജയിച്ച കോട്ടയം കൈപ്പുഴ സ്വദേശി സോജൻ ജോസഫിനെ അഭിനന്ദനം അറിയിച്ച് മന്ത്രി വി എൻ വാസവൻ. സോജന്റെ കൈപ്പുഴയിലെ വീട്ടിലെത്തിയ മന്ത്രി ഫോണിൽ വിളിച്ചാണ് സന്തോഷം പങ്കുവച്ചത്.
നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാരെ ഭരിക്കാൻ കിട്ടിയ അവസരം നന്നായി വിനിയോഗിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ സന്ദേശം. കേരള കർഷക തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ സമ്മേളനം MP ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മയ്യിൽ കെ കുഞ്ഞാപ്പ നഗറിൽ നടന്ന പരിപാടിയിൽ കെ ദാമോദരൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി N ചന്ദ്രൻ സംസാരിച്ചു. പാലക്കാട് കൂട്ടുപാത മേൽപ്പാലത്തിൽ വാഹനമിടിച്ചു മയിലിന് പരിക്കേറ്റു. പാലക്കാട് കസബ പോലീസ് സ്റ്റേഷനിലെ CPOമാരായ മനോജ്, സായൂജ് എന്നിവരാണ് പരിക്കേറ്റ നിലയിൽ മയിലിനെ കണ്ടെത്തിയത്. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ മാസാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. ബാലസാഹിത്യകാരൻ CR ദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക KP ബിന്ദു അധ്യക്ഷത വഹിച്ചു. തൃശൂർ അരണാട്ടുകര ഡോക്ടർ ജോൺ മത്തായി സെന്ററിൽ ഇക്കണോമിക്സ് വിഭാഗത്തിനുള്ള പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ ചിന്താ രവീന്ദ്രൻ പുരസ്കാരം യോഗേന്ദ്ര യാദവിന് 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂലൈ 20-ന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിൽ 3 ചെക്ക് ഇൻ കൗണ്ടറുകൾ കൂടി തുറന്നു. ഇതോടെ ആകെ ചെക്ക് ഇൻ കൗണ്ടറുകളുടെ എണ്ണം 18 ഉയരും. യാത്രക്കാർക്ക് ഇനി അതിവേഗം ചെക്ക് ഇൻ പ്രക്രിയ പൂർത്തിയാക്കാം. അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ ഭാഗമായി കേരള ബാങ്ക് ഹെഡ് ഓഫീസിൽ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് MK കണ്ണനാണ് പതാക ഉയർത്തിയത്. പുതിയ വായ്പാ പദ്ധതി വ്യാപാർ മിത്രയുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം V ശോഭകുമാരിക്ക് നൽകി ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോട്ടി M ജാക്കോ നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം തിരുവനന്തപുരം ജില്ലാ കൺവെൻഷൻ സിനിമാ സംവിധായകനും സംസ്ഥാന പ്രസിഡന്റുമായ ഷാജി N കരുൺ ഉദ്ഘാടനം ചെയ്തു. സമകാലിക സന്ദർഭത്തിൽ സംസ്കാരത്തെയും ടെക്നോളജിയെയും വർഗീയവാദികൾ എങ്ങനെയൊക്കെയാണ് ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വായനാ വാരാഘോഷ സമാപനത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ജില്ലാ പഞ്ചായത്ത്, കുടുംബശ്രീ, സാക്ഷരതാ മിഷൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ എന്നിവരുടെ സഹകരണത്തോടെ വീട്ടമ്മമാരുടെ സംവാദം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര ചർച്ച നയിച്ചു. വടകര പൊന്മേനി പറമ്പിൽ LP സ്കൂൾ അങ്കണത്തിലെ തേക്ക് മരം കടപുഴകി വീണു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം കടപുഴകി വീണത്. ഇലക്ട്രിക് പോസ്റ്റിന് കേടുപാട് സംഭവിച്ചു. വടകരയിൽ നാടക റിഹേഴ്സൽ ക്യാമ്പിൽ അതിക്രമിച്ചു കയറിയ ആക്രമണം. നാടക പ്രവർത്തകരെ ആക്രമിക്കുകയും മൈക്കും ബോക്സും മറ്റു സാധന സാമഗ്രികളും നശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ 6 പേർക്കെതിരെ വടകര പോലീസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുത്തു. സംഭവത്തിൽ നാടക കലാകാരന്മാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. മത്സ്യകർഷക ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. ജൂലൈ 10-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മത്സ്യകർഷക സംഗമവും സെമിനാറും സംഘടിപ്പിക്കും. മത്സ്യകൃഷി മേഖലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച കർഷകർക്കും ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. MP-മാരുടെ കോൺഫറൻസ് ഈ മാസം 15-ന് നടക്കും. പാർലമെന്റ് വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് യോഗം. തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് യോഗം ചേരുക. ആധാര രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്ന പേൾ രജിസ്ട്രേഷൻ Kerala.gov.in എന്ന വെബ്സൈറ്റ് പോർട്ടലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജൂലൈ 13 മുതൽ 16 വരെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ തടസ്സപ്പെടും. ഓഫീസ് പ്രവൃത്തി ദിനമായ ജൂലൈ 15-ന് സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ
ആധാരം രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ അറിയിച്ചു. തിരുവനന്തപുരം കാട്ടാക്കട പുന്നംകരിക്കകത്ത് അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം തെറ്റി തോട്ടിൽ പതിച്ചു. കാർ ഓടിച്ചിരുന്ന അമരവിള സ്വദേശി വിജയനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്തു. SFI രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി ജയിലിൽ അടയ്ക്കപ്പെട്ട SFI വിതുര ഏരിയ സെക്രട്ടറി ആനന്ദ് ഉഴമലക്കലിന് ജാമ്യം ലഭിച്ചു. ആനന്ദിന് ഉഴമലക്കൽ DYFI SFIയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. T20 ലോകകപ്പ് കിരീടം ചൂടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് 11 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ നടപടിയെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വിജയ് വഡട്ടിവാർ. പകരം തുക സംസ്ഥാനത്തെ കർഷകരുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. പരിശോധനയ്ക്കിടെ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം. ജമ്മു കശ്മീരിൽ സൈനികന് വീരമൃത്യു. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. വീടിന്റെ മേൽക്കൂര തകർന്നു വീണ 3 കുട്ടികൾ മരിച്ചു. ഹരിയാനയിലെ ഫരീദാബാദിലെ സിക്രി ഗ്രാമത്തിലാണ് ദാരുണ സംഭവമുണ്ടായത്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അപകടം. മൂന്നാം NDA സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂലൈ 23-ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമനാകും ബജറ്റ് അവതരിപ്പിക്കുക. ജൂലൈ 22-ന് ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഓഗസ്റ്റ് 12-ന് അവസാനിക്കും. BSP തമിഴ്നാട് പ്രസിഡന്റ് ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിൽ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി ചെന്നൈ അഡീഷണൽ കമ്മീഷണർ. മുൻവൈരാഗ്യവും പ്രതികാരവുമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രാഥമിക വിവരം. ഗുജറാത്തിൽ 6 നില കെട്ടിടം തകർന്നു വീണ് 7 പേർ മരിച്ചു. നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ മരിച്ചവർക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചതിനെതിരെ മദ്രാസ് ഹൈക്കോടതി. വിഷമദ്യം കുടിച്ചു മരിച്ചവർക്ക് എന്തിനാണ് 10 ലക്ഷം രൂപ നൽകുന്നതെന്ന് തമിഴ്നാട് സർക്കാരിനോട് ഹൈക്കോടതി. ജഗന്നാഥ രഥയാത്രയ്ക്ക് തുടക്കമായി. വിപുലമായ ആചാരങ്ങളോടും ഭക്തരുടെ ആവേശകരമായ പങ്കാളിത്തത്തോടും കൂടി ജഗന്നാഥ രഥയാത്രയെ ആദരിക്കുന്ന വാർഷിക ദർശനത്തിനായി പുരി ഒരുങ്ങുന്നു. സാംസ്കാരിക പൈതൃകത്തിന്റെ ഉജ്ജ്വലമായ ആഘോഷം കൂടിയാണ് പുരി ജഗന്നാഥ രഥയാത്ര. പൂർവാഞ്ചൽ അതിവേഗ പാതയിൽ ബസ് മറിഞ്ഞ് 38 പേർക്ക് പരിക്ക്. ഉത്തർപ്രദേശിലെ അമേഠിയിലാണ് സംഭവം. ബീഹാർ രജിസ്ട്രേഷനുള്ള സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബീഹാറിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോവുകയായിരുന്നു ബസ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിക്രം ലാൻഡർ സുരക്ഷിതമായി ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് 23-ന് അന്തരിക്ഷ ഹാക്കത്തോൺ സംഘടിപ്പിക്കാനൊരുങ്ങിയ ISRO. വിക്രം ലാൻഡിംഗിന് ശേഷം എല്ലാ വർഷവും ഓഗസ്റ്റ് 23-ന് ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള വിവാദ റുവാണ്ട പദ്ധതി റദ്ദാക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ. പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള കിയർ സ്റ്റാമറുടെ ആദ്യ തീരുമാനമാണിത്. മുൻ പ്രധാനമന്ത്രി ഋഷി സുനകായിരുന്നു പദ്ധതിയുടെ ഉപജ്ഞാതാവ്. ദൈവം പറഞ്ഞാലേ താൻ മത്സര രംഗത്തു നിന്ന് പിന്മാറുകയുള്ളൂവെന്ന് വ്യക്തമാക്കി US പ്രസിഡന്റ് ജോ ബൈഡൻ. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുള്ള വാദത്തെ ബൈഡൻ തള്ളിയിരുന്നു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നതിൽ നിന്ന് ബൈഡൻ പിന്മാറണമെന്ന് പാർട്ടി അണികളും നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ജോലി ഭാരത്താൽ ജീവനൊടുക്കിയ റോബോട്ട്. ദക്ഷിണ കൊറിയയിൽ ചർച്ച കനക്കുന്നു. റോബോട്ട് സൂപ്പർവൈസർ എന്ന് വിളിക്കപ്പെടുന്ന റോബോട്ടിന് അമിത ജോലിഭാരം മൂലമുണ്ടായ തകരാർ മൂലം നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെയാണ് അപകടമുണ്ടായതെന്ന് വിലയിരുത്തൽ. രാജ്യത്തെ ആദ്യത്തെ റോബോട്ട് ആത്മഹത്യയെന്നാണ് സംഭവത്തെ വിലയിരുത്തുന്നത്.
സ്വിച്ചിട്ടാൽ 30 സെക്കൻഡിനകം ജീവൻ നഷ്ടപ്പെടും. ആത്മഹത്യാ പേടകം തയ്യാറാക്കി സ്വിറ്റ്സർലൻഡ്. സ്വിച്ചിട്ടാൽ 30 സെക്കൻഡിനകം ജീവൻ പോകുന്ന സാർക്കോയിലെ ആദ്യത്തെ മരണം ഈ മാസം സംഭവിക്കുമെന്ന് പേടകത്തിന്റെ ഉപജ്ഞാതാവും പ്രീ ഡെത്ത് ആക്ടിവിസ്റ്റുമായ ഫിലിപ്പ് നിജുഷ്കെ അറിയിച്ചു. ദയാവധം അനുവദിക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. വേൾഡ് മലയാളി കൗൺസിൽ റോം പ്രൊവിൻസ് ഭാരവാഹികൾ ഇന്ത്യൻ എംബസി അധികൃതരുമായി ചർച്ച നടത്തി. അംബാസിഡർ വാണി റാവുവിന്റെ അസാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ഇന്ത്യൻ സ്കൂളിന്റെ ആവശ്യകത, റോമിൽ നിന്ന് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നേരിട്ടുള്ള വിമാന സർവീസ് എന്നീ ആവശ്യങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചു. ബ്രിട്ടനിലെ കിയർ സ്റ്റാമർ മന്ത്രിസഭയിൽ ഇന്ത്യൻ വംശജയായ ലിസ നന്ദി സാംസ്കാരിക സെക്രട്ടറി. യുകെയിലെ പൊതുതെരഞ്ഞെടുപ്പിൽ വിഗൻ സീറ്റിൽ നിന്നും മത്സരിച്ച ലിസ 10,000 വോട്ടുകൾക്കാണ് എതിർ സ്ഥാനാർത്ഥി ആൻജി റോബറിനെ പരാജയപ്പെടുത്തിയത്. ജർമ്മനിയിൽ നടക്കുന്ന 17ാമത് യൂറോ കപ്പിൽ ശ്രദ്ധേയമായി മലയാളി വോളണ്ടിയർമാരുടെ പങ്കാളിത്തം. ജർമ്മനിയിലെ 10 പ്രധാന സിറ്റികളിലാണ് ഇത്തവണ യൂറോ കപ്പ് പുരോഗമിക്കുന്നത്. 10 വേദികളിലായി 16,000 വോളണ്ടിയർമാരാണ് യൂറോ കപ്പിൽ സേവനം ചെയ്യുന്നത്. ഇറ്റാലിയൻ സ്റ്റേറ്റ് എയർലൈനായ ഇറ്റയെ ഏറ്റെടുക്കാൻ ലുഫ്താൻസയെ EU കമ്മീഷൻ അനുവദിച്ചു. ലുഫ്താൻസ ഗ്രൂപ്പിന് ഏകദേശം 99,000 ജീവനക്കാരുണ്ട്. ബ്രാഞ്ചുകൾ നിലനിർത്തിക്കൊണ്ട് ലുഫ്താൻസ ഇതിനകം സ്വിസ്, ഓസ്ട്രിയൻ, ബ്രൽസ് എയർവേസ് എന്നിവ സംയോജിപ്പിച്ചിട്ടുണ്ട്. വിദേശ സർവകലാശാലയിൽ നിന്നും അക്കാദമിക മികവിനുള്ള ഫൗണ്ടേഴ്സ് അവാർഡ് മെഡൽ നേടി മലയാളി. കോട്ടയം വെമ്പള്ളി സ്വദേശിനിയായ കൃഷ്ണപ്രിയയ്ക്കാണ് ഈ നേട്ടം. ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസ് ഡ്രൈവർ ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥയാണ് കൃഷ്ണപ്രിയ. റിയാദ് കേളി കലാ സാംസ്കാരിക വേദിയുടെ 2023-24 വിദ്യാഭ്യാസ പ്രോത്സാഹന പുരസ്കാര വിതരണത്തിന്റെ ഉദ്ഘാടനം റിയാദിൽ നടന്നു. കേരളീ അംഗങ്ങളുടെയും കുടുംബവേദി അംഗങ്ങളുടെയും 10ാം തരത്തിലും +2വിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ തുടർ പഠനത്തിന് അർഹത നേടിയവർക്കാണ് കേളിയുടെ പ്രതീക്ഷാ പുരസ്കാരം. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി സ്ഥാപനങ്ങളിലേക്ക് വിസ മാറ്റം അനുവദിക്കുന്ന നിയമത്തിന് ആഭ്യന്തര പ്രതിരോധ മന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അംഗീകാരം നൽകി. ജൂലൈ 14 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് ഇതിനായി സമയപരിധി അനുവദിച്ചിരിക്കുന്നത്. കുവൈറ്റ് ഫർവാനിയയിൽ പാർപ്പിട മേഖലയിലുണ്ടായ അഗ്നിബാധയിൽ 5 പേർ മരിച്ചു. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരാണ് മരണമടഞ്ഞത്. സിറിയൻ വംശജരായ ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് മരിച്ച 5 പേര്. വൈലുങ്കൽ ഫിലിംസിന്റെ ബാനറിൽ അരിസ്റ്റോ സുരേഷ് നായകനാകുന്ന മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. സുരാജ് വെഞ്ഞാറമൂടിന്റെ പേജിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും. കമൽഹാസൻ നായകനാകുന്ന ഇന്ത്യൻ 2 സിനിമയുടെ പോസ്റ്ററിൽ ദേശീയ പതാക ദുരുപയോഗം ചെയ്തെന്ന് പരാതി. മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ എബി ജെ ജോസ് ആണ് പരാതി നൽകിയത്. പോസ്റ്ററുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ദേശീയ പതാകയിൽ നിർമ്മാണ കമ്പനികളുടെ പേരും കമൽഹാസന്റെ ചിത്രവും ചേർത്തിരിക്കുന്നത് അനാദരവാണെന്ന് പരാതി. പ്രഭാസ് നാഗ് അശ്വിൻ പാൻ ഇന്ത്യൻ ചിത്രം കൽക്കി 2898 AD 2ാം വാരത്തിലേക്ക് കടക്കുന്നു. ആദ്യ വാരത്തിൽ ആഗോളതലത്തിൽ ചിത്രം 800 കോടിയിലധികം രൂപയാണ് നേടിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 20 കോടിയിലധികം രൂപ നേടി. SUV മഹീന്ദ്ര ഥാർ സ്വന്തമാക്കി അവതാരകയും ഇൻഫ്ലുവൻസറുമായ ലക്ഷ്മി നക്ഷത്ര. ഥാറിന്റെ ഡീസൽ വകഭേദമാണ് ലക്ഷ്മി സ്വന്തമാക്കിയിരിക്കുന്നത്. എന്റെ ഗാരേജിലെ ഏറ്റവും പുതിയ അംഗത്തെ കണ്ടുമുട്ടുക എന്ന് കുറിച്ചുകൊണ്ടാണ് താരം ഇക്കാര്യം അറിയിച്ചത്. രശ്മിക മന്ദാനയും ധനുഷും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം കുബൈരയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോയും കൂടി അണിയറ പ്രവർത്തകർ പങ്കുവച്ചു.
ശേഖർ കമ്മുലയുടെ സംവിധാനത്തിൽ ഇറങ്ങുന്ന ചിത്രം സംഗീതമൊരുക്കുന്നത് ദേവിശ്രീ പ്രസാദാണ്. മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഫുട്ടേജിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് മാസം 2-നാണ് ചിത്രം റിലീസ് ചെയ്യുക. ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ് ആണ്. ഗ്രാമീണരെ സിനിമ കാണിക്കാൻ തമിഴ്നാട് ഗ്രാമത്തിൽ ബലൂൺ തിയേറ്ററുമായി ഡോക്ടർ. തമിഴ്നാട്ടിലെ ബൊമ്മടിയിലെ സിനിമാ പ്രേമിയും ഡോക്ടറുമായ ഡോക്ടർ രമേശാണ് ഈ ശ്രമത്തിലെത്തി നിൽക്കുന്നത്. 20,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ അത്യാധുനിക ശബ്ദദൃശ്യ സൗകര്യങ്ങളോടെയാണ് തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ സിനിമയുമായി സന്തോഷ് പണ്ഡിറ്റ്. കേരള ലൈവ് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പകുതിയോളം പൂർത്തിയായി. ചിത്രത്തിൽ 100-ലധികം പുതുമുഖ താരങ്ങൾ അണിനിരക്കുന്നു. BMW-ന്റെ SUV മോഡലായ X7 സ്വന്തമാക്കി നവ്യ നായർ. കൊച്ചിയിലെ BMW വിതരണക്കാരായ EVM ഓട്ടോക്രാഫ്റ്റിൽ നിന്നാണ് നവ്യ പുതിയ വാഹനം വാങ്ങിയത്. എയർടെൽ അതിന്റെ ബ്രോഡ്ബാൻഡ് കണക്ഷനോട് കൂടിയ സൗജന്യ വൈഫൈ റൂട്ടറും ഇൻസ്റ്റാളേഷനും വാഗ്ദാനം ചെയ്യുന്നു. രാജ്യത്തെ 2ാമത്തെ വലിയ ഇന്റർനെറ്റ് സേവനദാതാവാണ് എയർടെൽ. എയർടെൽ എക്സ്ട്രീം ഫൈബർ എന്ന ബ്രാൻഡിന് കീഴിലാണ് എയർടെലിന്റെ സേവനം നൽകുന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.